നമസ്കാരം. വളരെ വിശേഷപ്പെട്ടതായ ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളെ തലവര എപ്പോൾ തെളിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ തൊടുകുറി അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളിൽ രണ്ട് ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കൂ. ഒരു ചിത്രം ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാന്റെ വിശേഷപ്പെട്ട നാമങ്ങൾ, നിങ്ങൾക്കറിയുന്ന നാമങ്ങൾ അത് കമന്റായി രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കൂ. അപ്രതീക്ഷിതമായി ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് അറിയാം. വേദനകൾ നിറഞ്ഞ് നിങ്ങൾക്ക് പല രീതിയിലും വിഷമതകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ഇരുളടഞ്ഞ വഴികളിലൂടെയാണ് യാത്ര. പലപ്പോഴും ആലോചിച്ചാൽ പല കാര്യങ്ങൾക്കും ഉത്തരമില്ല. എന്താണ്, എപ്രകാരം പ്രവർത്തിക്കണം, ഇത്തരത്തിൽ പല ചിന്തകളും മനസ്സിനെ അലട്ടുന്നുമുണ്ട്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അത് അവസാനിക്കില്ല എന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ധനപരമായ പ്രശ്നങ്ങൾ മാത്രമാകണം എന്നില്ല. എന്നാൽ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയായി തന്നെയാണ്. അഥവാ നിങ്ങളെ ഭക്തിയിൽ ഭഗവാൻ പ്രസാദിക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് ദോഷകരമായി അനുഭവിച്ചു പോരുന്നത് അതിൽ നിന്നും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഭഗവാൻ തന്നെ പല അവസരങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു ചേരും. പല തടസ്സങ്ങൾക്കും വിഷമതകൾക്കും ഒരു പരിഹാരം വന്നെത്തുന്ന സാഹചര്യമുണ്ട്. വലിയൊരു മാറ്റം മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ഭാരമേറിയ കാര്യങ്ങൾ, വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത സാഹചര്യം, അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പല കാര്യങ്ങളും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് മനസ്സ് വളരെ റിലാക്സ് ആക്കി കൊണ്ടുപോകുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പിന്നീട് നിങ്ങൾ ഏറ്റെടുക്കൂ. അതിനാൽ ഇപ്പോൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ പൂർത്തീകരിക്കാം എന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാണ്. എന്നാൽ ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന ചിന്തയുണ്ട്. തീർച്ചയായും ആവശ്യമാണ് എന്ന് പറയാം. കഠിനാധ്വാനം ചെയ്തു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പരിശ്രമങ്ങൾ അതെന്ത് തന്നെയാണ് എങ്കിലും അത് ഫലം കാണുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതുമാണ്. നിങ്ങളുടെ വിഷമതകൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിച്ച് നടക്കാറുള്ള വ്യക്തികളല്ല നിങ്ങൾ. അതായത് മനസ്സിൽ കൂടുതലായും കാര്യങ്ങളുണ്ട്. അത് ഏവരോടും പറയുന്ന വ്യക്തികളല്ല നിങ്ങൾ എന്നതാണ് വാസ്തവം. പലതും പല രഹസ്യങ്ങളും മനസ്സിൽ പറയാതെ ഇപ്പോഴും സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പുറത്ത് പറയുവാൻ, പങ്കുവയ്ക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത്ര പെട്ടെന്നൊന്നും നിങ്ങളെ മറ്റുള്ളവർക്ക് പിടിക്കുവാൻ സാധിക്കുന്നതല്ല. അതായത് നിങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ, നിങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന കാര്യങ്ങൾ, അതിനെ തടയിടുക എന്ന ഒരു ഉദ്ദേശം അവർക്കുണ്ട് എങ്കിൽ അത് സാധ്യമാകില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. പലവിധ പരിശ്രമങ്ങൾ ജീവിതത്തിൽ നടത്തുന്ന നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമുണ്ട്.
നിങ്ങളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങളാണ് എങ്കിലും അതിനൊരു പരിഹാരം നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്ന സാഹചര്യമുണ്ട്. തളർന്നിരിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും നിങ്ങൾ, അല്ലെങ്കിൽ പലരും നിങ്ങളെ തളർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ തോറ്റുകൊടുക്കുവാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. താഴ്ന്ന് പോയിടത്തു നിന്നും വീണ്ടും പറന്ന് ഉയരുവാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു പ്രചോദനം നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങളുടെ തലവര എപ്രകാരമാണ് ഭഗവാൻ മാറ്റുന്നത് എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങളിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് വർദ്ധിക്കാം. പല കാര്യങ്ങളിലും കൂടുതൽ വിശ്വാസത്തോടെ മുന്നേറുവാൻ സാധിക്കും. ഇതുവരെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന ചിന്ത ഉണ്ടായിരുന്നു എങ്കിൽ, അത്തരം കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുഭ മാറ്റങ്ങൾ കൊണ്ടുവരും എങ്കിൽ ചെയ്യാം എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ മാറുന്ന സാഹചര്യം പോലും വന്നു ചേരും. പുതുവെളിച്ചം, പുതു അവസരം തന്നെയാണ് ഭഗവാൻ ഈ സമയം നിങ്ങളിലേക്ക് നൽകുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ പല വഴികളും മുന്നിൽ തെളിയിക്കുകയും അവ്യക്തമായത് വ്യക്തമാക്കി തരികയും ചെയ്യും. പുതിയ വാതിൽ നിങ്ങൾക്ക് ഭഗവാൻ തുറന്നു തരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഭഗവാൻ നിങ്ങളുടെ തലവര മാറ്റുന്ന സമയം. എന്നാൽ ഇത്രയെല്ലാം കാര്യങ്ങൾ കടന്നു വന്നാലും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. ഈ സമയം ഒരിക്കലും ഭഗവാനെ നിങ്ങൾ മറക്കുവാൻ പാടുള്ളതല്ല. ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അഥവാ ഭഗവാൻ നിങ്ങളുടെ തലവര മാറ്റുന്നത് എപ്രകാരമാണ് എന്നറിയാം. പലതും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ഒന്ന് പൊട്ടിത്തെറിച്ച് വിഷമങ്ങൾ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തങ്ങളുടെ വിഷമങ്ങൾ, ദേഷ്യം കാണിക്കണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ പോലും അത് സാധിക്കാത്തതായ അവസ്ഥ. പലതും ഉള്ളിൽ കൊണ്ട് നടക്കുന്നതായ സാഹചര്യം. ചിന്തിച്ചാൽ ഒരു ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക്, ഏതോ ഒരു വിലപ്പെട്ടതായ കാര്യം നഷ്ടപ്പെട്ടതിനാലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് തിരികെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബത്തിൽ സന്തോഷം, മനസമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. ചുറ്റുമുള്ളവർക്ക് പലപ്പോഴും സ്നേഹം നൽകുന്ന നിങ്ങൾ, അതായത് അവർക്ക് അർഹമായ പരിഗണന നിങ്ങൾ നൽകി പോരുന്നു എങ്കിലും നിങ്ങൾക്ക് അർഹമായത് ലഭിക്കുന്നില്ല എന്നൊരു വിഷമം മനസ്സിൽ സൂക്ഷിക്കുന്നവരാകാം. എന്നാൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് അപ്രതീക്ഷിത മാറ്റങ്ങളായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് പലപ്പോഴും ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മറക്കരുത്. മറ്റുള്ളവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഒരിക്കലും കുറച്ചു കാണാൻ പാടുള്ളതല്ല. നിങ്ങൾക്ക് കഴിവുള്ള വ്യക്തികൾ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുകയും ആത്മവിശ്വാസം ഭഗവാൻ നൽകുമ്പോൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ശക്തരായി മാറുകയും നിങ്ങളെ തലവര പോലും തെളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ മാറ്റും എന്നതാണ് വാസ്തവം. വെല്ലുവിളികളുണ്ട്. ജീവിതത്തിൽ അത്തരം പല കാര്യങ്ങളും നേരിടേണ്ടതായി വരാം. എന്നാൽ അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഭഗവാൻ നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആ സാഹചര്യമുണ്ട് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ ശക്തിയെ മറ്റുള്ളവർ പോലും വില കുറച്ച് കണ്ടാലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ വിശ്വാസം
ഭയം, വെല്ലുവിളി എന്നിവയെ മറികടക്കുവാൻ പാകത്തിനുള്ളതായിരിക്കും എന്നതും വാസ്തവമാണ്. തീരുമാനങ്ങൾ ബുദ്ധിപരമായി എടുക്കുവാൻ സാധിക്കുകയും സത്യസന്ധമായും നിങ്ങൾക്ക് കാര്യങ്ങളെ പിന്തുടരുവാൻ സാധിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പിന്തിരിപ്പിക്കാൻ വരുന്ന വ്യക്തികളെ കൃത്യമായി മനസ്സിലാക്കി അവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ വിജയമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. തനിച്ചിരിക്കണം, ഏകാന്തത അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് മാറ്റങ്ങൾ കടന്നു വരാം. ശക്തി, ധൈര്യം എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. മുന്നോട്ടുള്ള ജീവിതത്തിൽ വിജയങ്ങൾ നൽകുവാനുള്ള സാധ്യതകളാണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത്. നടക്കില്ല, ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചു പോലും നിർത്തിവച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുവാനുള്ള ആത്മവിശ്വാസം തലവര തെളിയുന്നതിൻ്റെ സൂചനയായി നിങ്ങളിലേക്ക് വന്നു ചേരാം. അതൊരു തൊഴിലാകാം, വീട് പണിയാകാം. പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടു പോകുന്ന നിങ്ങൾക്ക് മുടങ്ങിപ്പോകുന്ന കാര്യങ്ങൾ വീണ്ടും തുടങ്ങുവാനുള്ള ഒരു അവസരമാണ് ഭഗവാൻ ഇവിടെ പ്രദാനം ചെയ്യുക. തീരുമാനങ്ങൾ ഉറച്ചതാകണം. പ്രയത്നങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ നടത്തേണ്ടതും അനിവാര്യമാണ്. മോശം സാഹചര്യം ജീവിതത്തിലുണ്ട്, എന്നാൽ അത് നിങ്ങൾ ഒരിക്കലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കില്ലാത്തതിനാൽ സംഭവിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ പാടുള്ളതല്ല. നിങ്ങളെ കൂടുതൽ ശക്തരാക്കാൻ ഭഗവാൻ തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളായി അതിനെ കാണേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം പല കാര്യങ്ങളിലും ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തീരുമാനങ്ങൾ ചിലത് തെറ്റി എന്ന് വരാം. എന്നാൽ ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഭഗവാൻ ചില സൂചനകൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ആരാണ് നിങ്ങളെ ചൂഷണം ചെയ്യുന്നത് എങ്കിൽ അവരെ ധൈര്യത്തോടെ അകറ്റി നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരോട് അകലം പാലിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായിരിക്കും നിങ്ങൾക്ക് അനുകൂലമാവുക. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും അതിൽ നിങ്ങൾക്ക് കൂടുതൽ വിഷമതകൾ നേരിടേണ്ടതായി വരുന്നതല്ല. ഭഗവാൻ തന്നെ അത്തരം പ്രശ്നങ്ങളിൽ ഒരു പരിഹാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ തലവര ഇത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും മാറ്റും. ആ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം.